ഞാൻ ഒരു നെഗറ്റീവ് ചോദ്യത്തിൽ നിന്ന് തുടങ്ങട്ടെ. ഓ. ബിക്കോസ് സാറിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ കണ്ടു. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ഇതിന്റെ പോസിറ്റീവ്സ് മാത്രം പറയുമ്പോൾ Right. ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കമന്റ് എന്ന് പറയുന്നത്, ഉം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയും, നമുക്ക് ഒരുപാട് ഗ്രാന്റ് തരും, ഒരുപാട് ലോൺസ് തരും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതിന്റെ പുറകെ നടന്ന് ചെരുപ്പ് തേയുക എന്നുള്ളതല്ലാതെ ഉം. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും ഏറ്റവും അധികം ആളുകൾ ഇങ്ങനെ ഒരു കമന്റ് പറയാൻ സാധ്യതയുള്ളത്? അത് ശരിയാണ് സത്യത്തിൽ. ഉം. കാരണം എനിക്ക് തോന്നുന്നു അതിൽ പാർട്ട്ലി എന്നെ തന്നെ ബ്ലെയിം ചെയ്യണമെന്ന്. ഞാൻ എപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂകളിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കൊരു ആശയമുണ്ടെങ്കിൽ ആ, നിങ്ങൾ സ്റ്റാർട്ടപ്പ് മിഷനെ സമീപിക്കൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും സ്റ്റാർട്ടപ്പ് മിഷൻ ചെയ്തു തരും എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡയലോഗ് എന്ന് പറയുന്നത്. ഇത് കേട്ടിരിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, സർ എനിക്ക് ഈ ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന കാലഘട്ടങ്ങളിൽ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കണം എന്നെല്ലാവർക്കും അറിയാം. അതെ. കാരണം മരുന്നുകൾ പൊതുവേ ബോഡിക്ക് ഡാമേജ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഒരു ഹെൽത്തി ലിവിങ്ങിലേക്ക് നമ്മൾ നീങ്ങണം. ഉം. അതിന് ആൾക്കാരെ സഹായിക്കാൻ കഴിയുന്ന ഒരു പുതിയ രീതിയിലുള്ള ജിം ഉം. എനിക്ക് പണിയണം. ഉം. അതിനുവേണ്ടി എനിക്ക് 3 കോടി രൂപ സാർ സംഘടിപ്പിച്ച് തരണം. ഉം. ഉം. അപ്പോൾ എൻ്റെ തിരിച്ചുള്ള ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല. ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. പക്ഷേ എനിക്കിത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് അറിയാം. ഇങ്ങനെ വരുന്ന ഒരാൾക്ക് നമുക്ക് 3 കോടി രൂപ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഇല്ല. ആ.